ഹായ് ഓൾ. ഇന്നത്തേത് ഇത്രയും സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നു കിച്ചൺ ഒന്ന് റെനോവേറ്റ് ചെയ്യണമെന്ന്. റെനോവേഷനൊന്നും ഉടനെ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചെറുതായിട്ടൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് ശേഷം ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ആദ്യമേ അങ്ങ് ഓർഡർ ചെയ്തായിരുന്നു. കിച്ചൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ നേരത്തെ കൂട്ടി ഞാൻ അങ്ങ് മേടിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ പണി കഴിഞ്ഞാൽ ഉടനെ എല്ലാം പറക്കി അടുക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ പോലെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മേടിച്ചതെല്ലാം കൗണ്ടർ ടോപ്പ് ഓർഗനൈസിങ്ങിൽ വരുന്ന സാധനങ്ങളാണ്. ആദ്യത്തേത് ഷുഗറും ടീ പൗഡറൊക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ ജാറാണ്. സ്റ്റീലിൻ്റെയാണ് കേട്ടോ മേടിച്ചത്. പ്ലാസ്റ്റിക് വെറുതെ വീണ്ടും വീണ്ടും മേടിച്ച് കൂട്ടണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ എടുക്കുന്ന ഇതും ഇതിന് മുന്നേ എടുത്തതൊക്കെ ഈ സ്പാച്ചുല, നമ്മുടെ നൈഫ്, അങ്ങനത്തെ കട്ട്ലറി ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതും സ്റ്റീലിൻ്റെ തന്നെയാണ് മേടിച്ചത്. പ്ലാസ്റ്റിക് മേടിക്കാനായിട്ട് ഒട്ടും തോന്നിയില്ല, അതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഈ മെയിൻ ഓർഗനൈസർ വരുന്നത്. ഇത് വന്നിട്ട് ഒരു DIY സ്റ്റാൻഡായിരുന്നു, നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നത് കണക്ക്. അത് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഈ സ്ക്രൂവും നട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക്കായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എല്ലാം കൊണ്ട് പിറക്കി വെക്കട്ടെ.